പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലൂടെ നാം പരിചയപ്പെടുന്നത് ദ അവർ ഓഫ് ട്രൂത്ത് എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ഈ ഒരു നാടകത്തിലെ കഥാപാത്രങ്ങളായിട്ടുള്ള റോബർട്ട് ബാൾഡ്വിൻ, മാർത്ത, ജോൺ, എവി, ഗ്രേഷാം എന്നിവരുടെ ക്യാരക്ടർ സ്കെച്ചാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലൂടെ നാം പരിചയപ്പെടുന്നത്. Robert Baldwin is the main character in the one-act play The Hour of Truth, written by Percival Wilde. Percival Wilde എഴുതിയിട്ടുള്ള The Hour of Truth എന്ന നാടകത്തിലെ പ്രധാന കഥാപാത്രമാണ് റോബർട്ട് ബാൾഡ്വിൻ. He is the hero in this one-act play. ഈ ഒരു one-act പ്ലേയിലെ നായകനാണ് റോബർട്ട് ബാൾഡ്വിൻ. The play tells how Baldwin struggles to keep his truthful ways of life. ഈ ഒരു നാടകം പറയുന്നത് എങ്ങനെയാണ് റോബർട്ട് ബാൾഡ്വിൻ അദ്ദേഹത്തിൻ്റെ സത്യസന്ധത നിറഞ്ഞിട്ടുള്ള ആ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നതിനെക്കുറിച്ചാണ് ഈ ഒരു നാടകം പറയുന്നത്. He is an honest person in this play. ഈ ഒരു നാടകത്തിൽ അദ്ദേഹം സത്യസന്ധനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. And he is the man against corruption and bribery. അദ്ദേഹം അഴിമതിക്കെതിരെയും അതുപോലെ തന്നെ കൈക്കൂലിക്കെതിരായിട്ടും നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. He proves that truth will prevail in the end. ഈ ഒരു നാടകത്തിലൂടെ അദ്ദേഹം തെളിയിക്കുന്നുണ്ട് സത്യം അവസാനം വിജയിക്കും എന്നുള്ളത്. ബാൾഡ്വിൻ lives in a little cottage with his family. റോബർട്ട് ബാൾഡ്വിൻ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ കൂടെ ഒരു ചെറിയ ഒരു കുടിലിലാണ് താമസിക്കുന്നത്. ഹിസ് ഫാമിലി ഇൻക്ലൂഡ്സ് ഹിസ് വൈഫ് മാർത്ത, ഹിസ് സൺ ജോൺ ആൻഡ് ഹിസ് ഡോട്ടർ ഇവി. എന്നിവരാണ് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ. ദെൻ ബാൾഡ്വിൻ വർക്ക്സ് ഇൻ എ ബാങ്ക് ആസ് എ സെക്രട്ടറി. റോബർട്ട് ബാൾഡ്വിൻ ഒരു ബാങ്കിൽ ഒരു സെക്രട്ടറി ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. ദ ഓണർ ഓഫ് ദ ബാങ്ക് ഈസ് ഹിസ് ഫ്രണ്ട് ഗ്രേഷാം. അദ്ദേഹം ജോലി ചെയ്യുന്ന ആ ഒരു ബാങ്കിലെ ഓണർ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഗ്രേഷമാണ്. ദേ വേർ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ്. അവർ കുട്ടിക്കാലത്തെയുള്ള സുഹൃത്തുക്കളായിരുന്നു. ബാൾഡ്വിൻ ഗെറ്റ്സ് ഓൺലി $60 എ വീക്ക്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ജോലിയിൽ നിന്ന് അദ്ദേഹത്തിന് ആഴ്ചയിൽ $60 സാലറി ആയിട്ട് ലഭിക്കുന്നത്. വിത്ത് ദിസ് ലിമിറ്റഡ് ഇൻകം ഹി ലിവ്സ് ഹാപ്പിലി. ഈ ഒരു പരിമിതമായിട്ടുള്ള ഒരു വരുമാനത്തിൽ അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ദ ബാങ്ക് ക്ലോസ്ഡ്. എന്നാൽ നിർഭാഗ്യവശാൽ അദ്ദേഹം ജോലി ചെയ്യുന്ന ആ ഒരു ബാങ്ക് അടക്കുകയാണ്. ബിക്കോസ് ഗ്രേഷം ഹാഡ് മിസ്അപ്രോപ്രിയേറ്റഡ് ദ ഡെപ്പോസിറ്റേഴ്സ് മണി ആൻഡ് ഹി വാസ് അറസ്റ്റഡ്. ആ ഒരു ബാങ്ക് ക്ലോസ് ചെയ്യാനുള്ള കാരണം എന്താണ്? ആ ഒരു ബാങ്കിലെ ഓണറായിട്ടുള്ള ഗ്രേഷം അവിടെയുള്ള ഡെപ്പോസിറ്റേഴ്സിൻ്റെ പണം മിസ്യൂസ് ചെയ്യുകയാണ്, ദുരുപയോഗം ചെയ്യുകയാണ്. ആൻഡ് ഹി വാസ് അറസ്റ്റഡ്. പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായി. ബാൾഡ്വിൻ ലോസസ് ഹിസ് ജോബ്. ആ ഒരു ബാങ്ക് ക്ലോസ് ചെയ്തതുകൊണ്ട് തന്നെ ബാൾഡ്വിന് അദ്ദേഹത്തിൻ്റെ ജോലി നഷ്ടപ്പെടുകയാണ്. ദെൻ ഹി വാസ് ദ ഓൺലി വിറ്റ്നസ് ഇൻ ദിസ് ക്രൈം. ആ ഒരു ക്രൈമിൽ, അതായത് ഗ്രേഷം അവിടെയുള്ള ഡെപ്പോസിറ്റേഴ്സിൻ്റെ പണം മിസ്യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ക്രൈമിനുള്ള ഏക സാക്ഷി റോബർട്ട് ബാൾഡ്വിനാണ്. ആൻഡ് ഇഫ് ഹി ടെൽസ് ദ ട്രൂത്ത് ഇൻ ദ കോർട്ട് വൈൽ ക്വസ്റ്റ്യനിങ് ഹിം, ഗ്രേഷം ഹാസ് ടു ഗോ ടു ജയിൽ. അങ്ങനെ കോടതിയിൽ ചോദ്യം ചോദിക്കുന്ന സമയത്ത് റോബർട്ട് ബാൾഡ്വിന് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് അദ്ദേഹം കണ്ട ആ ഒരു കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഗ്രേഷം ഹാസ് ടു ഗോ ടു ജയിൽ. അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായിട്ടുള്ള അതല്ലെങ്കിൽ ആ ഒരു ബാങ്കിലെ ഓണറായിട്ടുള്ള ഗ്രേഷത്തിന് ജയിലിൽ പോവേണ്ടി വരും. സോ ഗ്രേഷം കാൾസ് ബാൾഡ്വിൻ ആൻഡ് ഓഫേഴ്സ് ഹിം $100,000 ടു സേവ് ഹിം ഫ്രം ജയിൽ. അതുകൊണ്ട് തന്നെ ഗ്രേഷം റോബർട്ട് ബാൾഡ്വിനെ വിളിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം $100,000, അതായത് $100,000 അദ്ദേഹത്തിന് ഓഫർ ചെയ്യുകയാണ്. ഗ്രേഷം റോബർട്ട് ബാൾഡ്വിന് ഓഫർ ചെയ്യാനാണ്. എന്തിനു വേണ്ടി? ടു സേവ് ഹിം ഫ്രം ജയിൽ. ഗ്രേഷത്തിനെ ജയിലിൽ നിന്ന് രക്ഷിക്കാനും വേണ്ടി. ബട്ട് ബാൾഡ്വിൻ ഡസിൻ റിസീവ് ദ ബ്രൈബ് മണി. എന്നാൽ റോബർട്ട് ബാൾഡ്വിൻ ആ ഒരു കൈക്കൂലി പണം സ്വീകരിക്കുന്നില്ല. ദെൻ ഫസ്റ്റ് ഹിസ് ഫാമിലി സപ്പോർട്ട്സ് ഹിസ് ട്രൂത്ത്ഫുൾനെസ്.
തുടക്കത്തിൽ റോബർട്ട് ബാൾഡ്വിൻ്റെ കുടുംബം അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബട്ട് ദേ ചേഞ്ച് ദെയർ മൈൻഡ് വെൻ ദേ നോ ദ ബ്രൈബ് മണി ഓഫേർഡ് ബൈ ഗ്രേഷം. എന്നാൽ അവരൊക്കെ, അതായത് അദ്ദേഹത്തിൻ്റെ ഫാമിലി ആയിട്ടുള്ള മാർത്ത, എവി ജോൺ എന്നിവർ അവരുടെ മനസ്സൊക്കെ മാറ്റുകയാണ് എപ്പോൾ റോബർട്ട് ബാൾഡ്വിന് ഗ്രേഷം ഓഫർ ചെയ്തിട്ടുള്ള ആ ഒരു 100,000 മണി, അതായത് ബ്രൈബ് മണി, അതിനെക്കുറിച്ച് അറിഞ്ഞ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഫാമിലി മെമ്പേഴ്സ് അവരുടെ മനസ്സൊക്കെ മാറ്റുകയാണ്. ബട്ട് ബാൾഡ്വിൻ വാസ് നോട്ട് റെഡി ടു ചേഞ്ച് ഹിസ് മൈൻഡ്. എന്നാൽ റോബർട്ട് ബാൾഡ്വിൻ അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറ്റാൻ തയ്യാറായിരുന്നില്ല. കാരണം എന്താണ്? ഹി ഈസ് സച്ച് എൻ ഓണസ്റ്റ് മാൻ. അദ്ദേഹം അങ്ങനെയുള്ള ഒരു സത്യസന്ധനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. ആൻഡ് ഹി സേയ്സ്, അദ്ദേഹം പറയുകയാണ്, ഹി ഹാസ് ഗോട്ട് ഓൺലി എ ഫ്യൂ ഇയേഴ്സ് ടു ലിവ്, ബട്ട് ഹി വിൽ ലിവ് ദോസ് ആസ് ഹി ഹാസ് ലിവ്ഡ് ദ റെസ്റ്റ് ഓഫ് ഹിസ് ലൈഫ്. ഹി വിൽ ഗോ ടു ഹിസ് ഗ്രേവ് ക്ലീൻ. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോട് പറയുകയാണ്, അദ്ദേഹത്തിന് ഇനി കുറച്ച് കാലം കൂടെ ജീവിക്കാനുള്ളൂ. ഇതുവരെ എങ്ങനെയാണോ അദ്ദേഹം ജീവിച്ചത് അതേപോലെ തന്നെ ഇനി ബാക്കിയുള്ള ജീവിതവും അദ്ദേഹം ജീവിക്കും എന്നുള്ളതും. അദ്ദേഹത്തിൻ്റെ ശവകുടീരത്തിലേക്ക് അദ്ദേഹം നല്ലൊരു മനുഷ്യനായിട്ട് തന്നെ പോകും, അതായത് അദ്ദേഹം നല്ല ഒരു മനുഷ്യനായിട്ട് തന്നെ മരിക്കും എന്ന് റോബർട്ട് ബാൾഡ്വിൻ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോട് പറയുകയാണ്. ഈ ഒരു വേർഡ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. പരീക്ഷകളിലൊക്കെ എഴുതുന്ന സമയത്ത് നിർബന്ധമായിട്ടും അണ്ടർലൈൻ ചെയ്യുക. Those words of Baldwin shows that he is really true to himself and conscience. റോബർട്ട് ബാൾഡ്വിൻ്റെ ഈ ഒരു വാക്കുകൾ കാണിക്കുന്നത് റോബർട്ട് ബാൾഡ്വിൻ അത്രത്തോളം സത്യസന്ധനായിട്ടുള്ള ഒരു മനുഷ്യനാണ്, സ്വയം സത്യവാനാണ്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സാക്ഷിയോടും അദ്ദേഹം സത്യസന്ധനാണ്. ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ പ്ലേ ബാൾഡ്വിൻ റിസീവ്സ് എൻ ഓഫർ ഫ്രം മാർഷൽ ഇൻ ദ തേർഡ് നാഷണൽ ബാങ്ക്. അങ്ങനെ ഒരു നാടകത്തിൻ്റെ അവസാനത്തിൽ റോബർട്ട് ബാൾഡ്വിന് ഒരു ജോലി ഓഫർ വരികയാണ്. എവിടുന്നാണ്? തേർഡ് നാഷണൽ എന്നൊരു ബാങ്കിൽ നിന്ന് അതിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള മാർഷൽ അദ്ദേഹത്തിന് റോബർട്ട് ബാൾഡ്വിന് ഒരു ജോലി ഓഫർ ചെയ്യുകയാണ്. ഹി ഗെറ്റ്സ് റിവാർഡ് ഫ്രം ഗോഡ് ടു ഹിസ് ഫെയ്ത്ത്ഫുൾനെസ്. അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയ്ക്ക് ദൈവത്തിൽ നിന്ന് ഒരു പ്രതിഫലം ലഭിക്കുകയാണ്. ആൻഡ് ബാൾഡ്വിൻ പ്രൂവ്സ് ട്രൂത്ത് വിൽ പ്രിവെയിൽ ഇൻ ദ എൻഡ്. ഈ ഒരു നാടകത്തിലൂടെ റോബർട്ട് ബാൾഡ്വിന് തെളിയിക്കുന്നുണ്ട് എന്ത്? സത്യം അവസാനം വിജയിക്കും എന്നുള്ളത്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് റോബർട്ട് ബാൾഡ്വിൻ്റെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കുന്ന സമയത്ത് എഴുതാം. ഇനി നമുക്ക് റോബർട്ട് ബാൾഡ്വിൻ്റെ ഭാര്യയായിട്ടുള്ള മാർത്തയുടെ ക്യാരക്ടർ സ്കെച്ച് ഒന്ന് പരിശോധിക്കാം. മാർത്ത ഈസ് എ ക്യാരക്ടർ ഇൻ ദ വൺ ആക്ട് പ്ലേ ദ അവർ ഓഫ് ട്രൂത്ത് റിട്ടൺ ബൈ പെർസിവൽ വൈൽഡ് എഴുതിയിട്ടുള്ള ദ അവർ ഓഫ് ട്രൂത്ത് എന്ന നാടകത്തിലെ ഒരു കഥാപാത്രമാണ് മാർത്ത. മാർത്ത ഈസ് ദ വൈഫ് ഓഫ് റോബർട്ട് ബാൾഡ്വിൻ, ദ ഹീറോ ഓഫ് ദി പ്ലേ. ഈ ഒരു നാടകത്തിലെ നായകനായിട്ടുള്ള റോബർട്ട് ബാൾഡ്വിൻ്റെ ഭാര്യയാണ് മാർത്ത. ഷി വാസ് നിറ്റിംഗ് ദ ക്ലോത്ത്സ് വെൻ ദ പ്ലേ ബിഗിൻസ്. ഈ ഒരു നാടകം ആരംഭിക്കുന്ന സമയത്ത് അവൾ ഡ്രസ്സുകൾ തുന്നുകയാണ്. മാർത്ത ഈസ് പ്രൗഡ് ഓഫ് ഹെർ ഹോണസ്റ്റ് ഹസ്ബൻഡ്. മാർത്ത അവളുടെ ഭർത്താവായിട്ടുള്ള സത്യസന്ധനായിട്ടുള്ള അവളുടെ ഭർത്താവിനെ കുറിച്ച് വളരെ അഭിമാനിക്കുന്നുണ്ട്. ഷീ സപ്പോർട്ട്സ് ഹെർ ഹസ്ബൻഡ് ആൻഡ് ഹിസ് ട്രൂത്ത്ഫുൾനെസ് ഇൻ ദ ബിഗിനിങ് ഓഫ് ദ പ്ലേ. ഈ ഒരു നാടകത്തിൻ്റെ തുടക്കത്തിൽ മാർത്ത അവളുടെ ഭർത്താവിനെയും അതുപോലെ തന്നെ ഭർത്താവിൻ്റെ സത്യസന്ധതയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബട്ട് ഷീ ചേഞ്ചസ് ഹെർ മൈൻഡ് ആൻഡ് ഗിവ്സ് അപ്പ് ഹെർ പ്രിൻസിപ്പിൾസ് when she knows the bribe money of $100,000 to her husband. എന്നാൽ അവളുടെ ഭർത്താവിന് ഗ്രേഷം ഓഫർ ചെയ്തിട്ടുള്ള ആ ഒരു 100,000 എന്ന ഒരു എമൗണ്ട് അറിഞ്ഞ സമയത്ത് അവളുടെ മനസ്സ് മാറ്റുകയാണ്. അതുപോലെ തന്നെ അവളുടെ തത്വങ്ങളൊക്കെ അവൾ ഉപേക്ഷിക്കുകയാണ്. She looks for loopholes to take the money without any guilty feeling. കുറ്റബോധമില്ലാതെ ആ ഒരു ബ്രൈബ് മണി സ്വീകരിക്കാൻ വേണ്ടി അവൾ ലൂപ്പ് ഹോൾസ്, അതായത് പഴുതുകൾ തിരയുകയാണ്. ഷീ ട്രൈസ് ടു അക്യൂസ് ഹെർ ഹസ്ബൻഡ്. അവളുടെ ഹസ്ബൻഡിനെ, അതായത് ഭർത്താവിനെ കുറ്റപ്പെടുത്തുകയാണ്. എന്തിന്? ടു സെൻഡ് എൻ ഓൾഡ് ഫ്രണ്ട് ടു ജയിൽ. അദ്ദേഹത്തിൻ്റെ ആ ഒരു പഴയ ഫ്രണ്ടായിട്ടുള്ള ഗ്രേഷ്യത്തിനെ ജയിലിൽ അയക്കുന്നതിൽ മാർത്ത അവളുടെ ഭർത്താവിനെ കുറ്റപ്പെടുത്തുന്നുമുണ്ട്. She compels her husband to say, I don't remember in the court to receive the bribe money. ആ ബ്രൈബ് മണി ആയിട്ടുള്ള 100,000 ലഭിക്കാൻ വേണ്ടി അവളുടെ ഭർത്താവിനെ അവൾ നിർബന്ധിക്കുന്നുണ്ട്. എന്ത് പറയാൻ? കോടതിയിൽ ഐ ഡോണ്ട് റിമെമ്പർ എന്ന് പറയാനും വേണ്ടി.
ഇത്രയും കാര്യങ്ങൾ നമുക്ക് മാർത്തയുടെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കുന്ന സമയത്ത് എഴുതാം. ഇനി നമുക്ക് ഈ ഒരു നാടകത്തിലെ മറ്റൊരു കഥാപാത്രമായിട്ടുള്ള റോബർട്ട് ബാൾഡ്വിൻ്റെ മകനായ ജോണിൻ്റെ ക്യാരക്ടർ സ്കെച്ച് പരിചയപ്പെടാം. John is a character in the one-act play The Hour of Truth written by Percival Wilde. പെർസിവൽ വൈൽഡ് എഴുതിയിട്ടുള്ള ദ അവർ ഓഫ് ട്രൂത്ത് എന്ന നാടകത്തിലെ ഒരു കഥാപാത്രമാണ് ജോൺ. ഹി ഈസ് ദ സൺ ഓഫ് റോബർട്ട് ബാൾഡ്വിൻ ആൻഡ് മാർത്ത. റോബർട്ട് ബാൾഡ്വിൻ്റെയും മാർത്തയുടെയും മകനാണ് അദ്ദേഹം ജോൺ. ഹി ഈസ് 27 years old. അദ്ദേഹത്തിന് 27 വയസ്സാണ്. ഹി വാസ് സ്മോക്കിംഗ് എ പൈപ്പ് വെൻ ദ പ്ലേ സ്റ്റാർട്ട്സ്. ഈ ഒരു നാടകം ആരംഭിക്കുന്ന സമയത്ത് അദ്ദേഹം സ്മോക്ക് ചെയ്യാണ്. ഹി ഏൺസ് ജസ്റ്റ് $30 എ വീക്ക്. അദ്ദേഹം ഒരു ആഴ്ചയിൽ $30 ഏൺ ചെയ്യുന്നത്. ഇൻ ദ ബിഗിനിങ് ഓഫ് ദ പ്ലേ ജോൺ സസ്പെക്ട്സ് ഹിസ് ഫാദർ ഇൻ ദ ബാങ്ക് കൊളാപ്സ്. ഈ ഒരു നാടകത്തിൻ്റെ തുടക്കത്തിൽ ആ ഒരു ബാങ്ക് തകർച്ചയുമായി ബന്ധപ്പെട്ട് ജോൺ അദ്ദേഹത്തിൻ്റെ അച്ഛനായിട്ടുള്ള റോബർട്ട് ബാൾഡ്വിനെ സംശയിക്കുന്നുണ്ട്. ആൻഡ് ഹി സപ്പോർട്ട്സ് ഹിസ് ഫാദർ ആൻഡ് ഹിസ് ട്രൂത്ത്ഫുൾനെസ് വെൻ ഹി അണ്ടർസ്റ്റുഡ് ദ ട്രൂത്ത്. സത്യം തിരിച്ചറിയുന്ന സമയത്ത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ സത്യസന്ധതയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ അച്ഛനെയും അച്ഛൻ്റെ സത്യസന്ധതയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബട്ട് ഹി ചേഞ്ചസ് ഹിസ് മൈൻഡ് ആൻഡ് കമ്പൽസ് ഹിസ് ഫാദർ ടു റിസീവ് ദ ബ്രൈബ് മണി. എന്നാൽ ജോണ് അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറ്റുന്നുണ്ട്. അതുപോലെ തന്നെ അച്ഛനോട് ആ ഒരു ബ്രൈബ് മണി കൈക്കൂലി പണം വാങ്ങാൻ വേണ്ടി നിർബന്ധിക്കുന്നുണ്ട്. ഹി ഫോഴ്സസ് ഹിസ് ഫാദർ ടു സേ ഐ ഡോണ്ട് റിമെമ്പർ ഇൻ ദ കോർട്ട്. അദ്ദേഹത്തിൻ്റെ അച്ഛനായിട്ടുള്ള റോബർട്ട് ബാൾഡ്വിനെ നിർബന്ധിക്കുന്നുണ്ട് കോടതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത്, ഗ്രേഷ്യത്തിനെതിരായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഐ ഡോണ്ട് റിമെമ്പർ എന്നത് പറയാനും വേണ്ടി. ഹി സേസ് ടു ഹിസ് ഫാദർ ദാറ്റ് ടെല്ലിങ് എ സിമ്പിൾ ലൈ ഈസ് നോട്ട് എ സിൻ. അതായത് ജോണ് അദ്ദേഹത്തിൻ്റെ അച്ഛനോട് പറയുന്നുണ്ട്, ചെറിയ ഒരു കളവ് പറയുന്നത് ഒരിക്കലും തെറ്റല്ല, കുറ്റമല്ല എന്ന് ജോൺ അദ്ദേഹത്തിൻ്റെ അച്ഛനോട് പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ജോൺ എന്ന കഥാപാത്രത്തെക്കുറിച്ചുള്ള ക്യാരക്ടർ സ്കെച്ച് എഴുതാം. ഇനി ഈ ഒരു നാടകത്തിലെ മറ്റൊരു കഥാപാത്രമായിട്ടുള്ള റോബർട്ട് ബാൾഡ്വിൻ്റെ മകളായ എവിയെക്കുറിച്ചുള്ള ക്യാരക്ടർ സ്കെച്ച് പരിശോധിക്കാം. എവി ഈസ് എ ക്യാരക്ടർ ഇൻ ദ one-act play The Hour of Truth written by Percival Wilde. പെർസിവൽ വൈൽഡ് എഴുതിയിട്ടുള്ള ദ അവർ ഓഫ് ട്രൂത്ത് എന്ന നാടകത്തിലെ ഒരു കഥാപാത്രമാണ് എവി. ഷീ ഈസ് എ ഡോട്ടർ ഓഫ് റോബർട്ട് ബാൾഡ്വിൻ ആൻഡ് മാർത്ത. റോബർട്ട് ബാൾഡ്വിൻ്റെയും മാർത്തയുടെയും മകളാണ് എവി. ഷീ ഈസ് വെരി നെർവസ് വെൻ ദ പ്ലേ ബിഗിൻസ്. ഈ ഒരു നാടകം ആരംഭിക്കുന്ന സമയത്ത് അവൾ ആകെ നെർവസാണ്, ആകെ പരിഭ്രാന്തയാണ്. അതായത് ഷീ ഗോസ് ടു ദ വിൻഡോ മെനി ടൈംസ് ആൻഡ് ലുക്ക് ഔട്ട് ഫോർ ഫാദർ ആങ്ഷ്യസ്ലി ഇൻ ദ ബിഗിനിങ് ഓഫ് ദ പ്ലേ. ഈ ഒരു നാടകത്തിൻ്റെ തുടക്കത്തിൽ എവി പലതവണ ജനവാതിലിൻ്റെ അടുത്തേക്ക് പോവുകയും അച്ഛൻ വരുന്നതും കാത്തിരിക്കുന്നുണ്ട്. ഷീ ഈസ് വെരി ആങ്ഷ്യസ്, വളരെ ഉത്കണ്ഠയോടുകൂടിയാണ് അച്ഛൻ്റെ വരവും കാത്തിരിക്കുന്നത് അവൾ. ഷീ സപ്പോർട്ട്സ് ഹെർ ഫാദേഴ്സ് ട്രൂത്ത്ഫുൾനെസ് അറ്റ് ഫസ്റ്റ്, ബട്ട് ഷീ ചേഞ്ചസ് ഹെർ മൈൻഡ് വെൻ ഷീ നോ അബൌട്ട് ദ $100,000 ഓഫേർഡ് ബൈ ഗ്രേഷ്യാം. ഈ ഒരു നാടകത്തിൻ്റെ തുടക്കത്തിൽ അവൾ അച്ഛനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അച്ഛൻ്റെ സത്യസന്ധതയെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അവളുടെ മനസ്സ് മാറ്റുകയാണ്. എപ്പോൾ റോബർട്ട് ബാൾഡ്വിന് ഗ്രേഷ്യം ഓഫർ ചെയ്തിട്ടുള്ള ആ ഒരു 100,000 എമൗണ്ട്, അതിൽ ആ ഒരു കൈക്കൂലി പണം കേട്ട സമയത്ത് അവളുടെ മനസ്സ് മാറ്റുകയാണ്. ഷീ കമ്പൽസ് ഹെർ ഫാദർ ടു സേ ഐ ഡോണ്ട് റിമെമ്പർ ഇൻ ദ കോർട്ട് ടു റിസീവ് ദ ബ്രൈബ് മണി. ആ ഒരു കൈക്കൂലിപ്പണം, അതായത് ഗ്രേഷ്യം അവളുടെ അച്ഛന് ഓഫർ ചെയ്തിട്ടുള്ള ആ ഒരു കൈക്കൂലിപ്പണം കിട്ടാൻ വേണ്ടി അവൾ അച്ഛനെ നിർബന്ധിക്കുന്നുണ്ട് കോടതിയിൽ. ഐ ഡോണ്ട് റിമെമ്പർ, അതായത് എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് പറയാനും വേണ്ടി അച്ഛനെ എവി നിർബന്ധിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് എവി എന്ന കഥാപാത്രത്തിൻ്റെ ക്യാരക്ടർ സ്കെച്ചിൽ ഉൾപ്പെടുത്താം. ഇനി നമുക്ക് ദ അവർ ഓഫ് ട്രൂത്ത് എന്ന ഈ ഒരു നാടകത്തിലെ മറ്റൊരു കഥാപാത്രമായിട്ടുള്ള ഗ്രേഷ്യത്തിൻ്റെ ക്യാരക്ടർ സ്കെച്ച് പരിശോധിക്കാം. John Gresham. John Gresham, the owner of a bank, is an important character in the play The Hour of Truth by Percival Wilde. പെർസിവൽ വൈൽഡ് എഴുതിയിട്ടുള്ള ദ അവർ ഓഫ് ട്രൂത്ത് എന്ന ഈ ഒരു നാടകത്തിലെ
ഒരു പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് ഒരു ബാങ്കിലെ ഓണറായിട്ടുള്ള ഗ്രേഷം. ഹി ഈസ് സീൻ കറപ്റ്റ് ഫ്രം ദ ബിഗിനിങ് ബട്ട് നോട്ട് കംസ് ടു സ്റ്റേജ്. ഈ ഒരു നാടകത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം ഒരു കുറ്റാരോപിതനാണ്, പക്ഷേ അദ്ദേഹം സ്റ്റേജിലേക്ക് കടന്നു വരുന്നില്ല. ഈ ഒരു നാടകത്തിൽ അദ്ദേഹത്തിനെ നമുക്ക് കാണാൻ സാധിക്കില്ല. എവറിത്തിങ് ഈസ് റിപ്പോർട്ടഡ് എഗെയിൻസ്റ്റ് ഹിം. ഈ ഒരു നാടകത്തിലെ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് എതിരായിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് എ ബാങ്കർ ഇൻ എ പോലീസ് കസ്റ്റഡി ഫോർ മിസ്അപ്രോപ്രിയേറ്റിംഗ് ദ മണി ഓഫ് ദ ഡെപ്പോസിറ്റേഴ്സ്. നിക്ഷേപകരുടെ പണം മിസ്അപ്രോപ്രിയേറ്റ് ചെയ്ത് മിസ്യൂസ് ചെയ്തതിൻ്റെ പേരിൽ പോലീസ് കസ്റ്റഡിയിലുള്ള ഒരു ബാങ്കറാണ്, അതായത് ഒരു ബാങ്കിൻ്റെ ഒരു ഓണറാണ് ഗ്രേഷം. ദ ഫാമിലി മെമ്പേഴ്സ് ഓഫ് മിസ്റ്റർ ബാൾഡ്വിൻ ടോക്സ് അബൌട്ട് ഗ്രേഷം കണ്ടംപ്ച്വസ്ലി. റോബർട്ട് ബാൾഡ്വിൻ്റെ ഫാമിലി ഗ്രേഷത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കണ്ടംപ്ച്വസ്ലി, വളരെ പുച്ഛത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. അവർ ഗ്രേഷത്തിനെതിരായിട്ട് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഹി വാസ് അണ്ടർ പേയിങ് ഹിസ് എംപ്ലോയീസ്. അദ്ദേഹത്തിൻ്റെ ജോലിക്കാർക്ക് കറക്റ്റ് പണം കൊടുക്കാറില്ല. ഹി റോബ്ഡ് ഹിസ് ഡെപ്പോസിറ്റേഴ്സ് ആൻഡ് ബിക്കെയിം റിച്ച് ഇൻ 20 years. അദ്ദേഹത്തിൻ്റെ ഡെപ്പോസിറ്റേഴ്സിൻ്റെ പണം കൊള്ളയടിച്ചുകൊണ്ട് 25 വർഷം കൊണ്ട് അദ്ദേഹം സമ്പന്നനായി എന്ന ആരോപണങ്ങളൊക്കെ റോബർട്ട് ബാൾഡ്വിൻ്റെ ഫാമിലി അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഹി ഈവൻ പെയ്ഡ് മിസ്റ്റർ ബാൾഡ്വിൻ ഓൺലി $60 എ വീക്ക് ടു വർക്ക് ആസ് ഹിസ് സെക്രട്ടറി. അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി എന്ന നിലയ്ക്ക് റോബർട്ട് ബാൾഡ്വിന് ഗ്രേഷം ആകെ ആഴ്ചയിൽ $60 മാത്രമാണ് കൊടുക്കുന്നത്. എ മാൻ ഹു ഈസ് റെഡി ടു ഗിവ് ആൻഡ് ടേക്ക് ബ്രൈബ്സ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം കൈക്കൂലി പണം കൊടുക്കാനും അതല്ലെങ്കിൽ വാങ്ങാനൊക്കെ തയ്യാറുള്ള ഒരു മനുഷ്യനാണ്. ഹി ഓഫേഴ്സ് ബാൾഡ്വിൻ $100,000 ജസ്റ്റ് ടു സേ 3 words ഐ ഡോണ്ട് റിമെമ്പർ ഡ്യൂറിങ് ഹിസ് ട്രയൽ. ഗ്രേഷത്തിനെതിരായിട്ടുള്ള ആ ഒരു സാക്ഷി വിസ്താരം നടക്കുന്ന സമയത്ത് കോടതിയിൽ ഐ ഡോണ്ട് റിമെമ്പർ എന്ന 3 വാക്കുകൾ പറയാനും വേണ്ടി റോബർട്ട് ബാൾഡ്വിന് ഗ്രേഷം $100,000 ഓഫർ ചെയ്യുന്നുണ്ട്. ഗ്രേഷം ഹാഡ് ബീൻ നോൺ ടു ബാൾഡ്വിൻ ഫോർ 35 years. ഗ്രേഷത്തിന് റോബർട്ട് ബാൾഡ്വിനെ 35 വർഷത്തോളമായിട്ട് അവർക്ക് പരസ്പരം അറിയാം. ദേ വേർ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ്. അവർ കുട്ടിക്കാലം മുതലേയുള്ള സുഹൃത്തുക്കളാണ്. In the end, Mr. Marshall, the president of the Third National Bank, visits Gresham. തേർഡ് നാഷണൽ എന്നൊരു ബാങ്കിലെ പ്രസിഡൻ്റായിട്ടുള്ള മിസ്റ്റർ മാർഷൽ ഗ്രേഷത്തിനെ വിസിറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഹി കൺഫസസ് എവറിത്തിങ് ടു ഹിം. അങ്ങനെ ഗ്രേഷം അദ്ദേഹത്തിനോട് എല്ലാ കുറ്റങ്ങളും സമ്മതിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഗ്രേഷം എന്നുള്ള ഒരു കഥാപാത്രത്തെക്കുറിച്ച് ക്യാരക്ടർ സ്കെച്ച് ചോദിക്കുന്ന സമയത്ത് എഴുതാം.